തീരെഴുതി തന്നതാണോ സ്വാതന്ത്ര്യമൊക്കെ? മതസ്വാതന്ത്ര്യം പ്രചരിപ്പിക്കാനുള്ള, അതല്ലെങ്കിൽ മതവിശ്വാസം ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മാത്രമല്ല. നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരാ. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെ സ്വാതന്ത്ര്യമുണ്ട് ഈ രാജ്യത്ത്. നമ്മുടെ മതവിശ്വാസം മാത്രം മുന്തിയതും മറ്റുള്ളവരുടേത് കുറച്ച് വോൾട്ടേജ് ഇല്ലാത്തതുമാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്നലെ കണ്ടില്ലേ സംസം വെള്ളത്തിന്റെ ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തന്നത്? മലിനജലം സംസം വെള്ളമാണെന്ന് പറഞ്ഞിട്ടേ കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ആരാ? മതപുരോഹിതന്മാര്. അതുപോലെ ഇന്ന് രാവിലെ വേറൊരു വാർത്തയുണ്ട്, ഞാൻ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. കുറെ ടിപ്പർ ലോറികളിൽ ഹാജിമാർ ഒളിച്ചിരിക്കുക. എന്തിനാ? ഹജ്ജിന് പോകാനേ, സ്വർഗം വാങ്ങിക്കാൻ. എന്തിനാ ഒളിച്ചു പോകുന്നത്? മതിയായ രേഖകളൊന്നും കയ്യിലില്ല. പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. വിസ ഉണ്ടോ? ഇല്ല. ടിക്കറ്റ് ഉണ്ടോ? ഇല്ല. എന്തിനു പോകാം? ചൊറുകം വാങ്ങിക്കാൻ. ചൊറുകൻ ടിപ്പറിലാക്കി കൊണ്ടുവന്നു. സൗദി അറേബ്യയിലെ MBS ഉണ്ടല്ലോ, യൂറോപ്പിൽ പോയി പഠിച്ചിട്ട് വന്ന മനുഷ്യനോ, അയാൾ ഡ്രോൺ വെച്ചിട്ട് ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചു. 111 തലകൾ. ചിലപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ജുമ്മയ്ക്ക് ശേഷമായിരിക്കും പോകുന്നത്. തീരുമാനമായി. പോയി വിലക്ക് വാങ്ങിക്കുന്നതാ. പോയി വിലക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഹജ്ജ് എന്തിനാണ്? ഈ ഹജ്ജ് കുറെ ആളുകൾ, പണമുള്ളവര് മക്കയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യും. എല്ലാവർക്കും മക്കയിൽ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ഹജ്ജ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അതല്ലെങ്കിൽ അതിനുള്ള ശേഷി എല്ലാവർക്കും ഉണ്ടാവും. ഇല്ല, പഠിച്ചോൻ എന്താ മക്കയിൽ തന്നെ ഇരിക്കുന്നത്? പണമുള്ളവന്റെ കൂടെയല്ലേ ഈ പഠിച്ചോന് ഇരിക്കാൻ പറ്റൂ? കൈക്കൂലി പഠിച്ചോന് അവിടെ പോയിരിക്കുകയാണ്. അവിടെ വന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോ, എന്നെ ആരാധിച്ചിട്ട് സ്വർഗം വാങ്ങിച്ചിട്ട് പോയിക്കോളാൻ. വല്ലാത്തൊരു പഠിച്ചോന്റെ സ്വർഗമായി പോയി കേട്ടോ. ഏറ്റവും വലിയ വിഗ്രഹാരാധനയാണ് ഈ ഹജ്ജിൽ നടക്കുന്നത്. ഹിന്ദു പുരുഷന്മാര് ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നു ഷർട്ടിടാതെ മുണ്ടുടുത്ത് എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ച ഒരുപാട് കാക്കാമാരുണ്ടായിരുന്നു. അടിവസ്ത്രം പോലും ധരിക്കാതെ മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളുടെ നിതംബത്തിൽ സുനയിട്ട് ഒരയ്ക്കാൻ വേണ്ടിയിട്ട് ഹജ്ജ് കർമ്മത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കഅബാലയത്തിൽ വലം വയ്ക്കുമ്പോൾ എത്രയോ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ വരുന്നുണ്ട്. ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി? അപ്പൊ എന്തുകൊണ്ടാണ് അടിവസ്ത്രം പോലും ധരിക്കാത്ത ഹജ്ജിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞപ്പോ സ്ത്രീകളും തുടങ്ങി. അർദ്ധനഗ്നരായി സ്ത്രീകളും ഹജ്ജിനെ പ്രദക്ഷിണം ചെയ്തു തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിരുന്നില്ലേ? അവർക്ക് മനസ്സിലായെന്നേ കാര്യങ്ങളൊക്കെ. അവര് തന്നെയാണ് അർദ്ധനഗ്നമായി എടുക്കുന്ന വീഡിയോ പുറത്തുവിട്ടത്. അത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയാണ് ആ വീഡിയോ ഷോർട്സ് രൂപത്തിൽ പുറത്തിട്ടത്. ആ സ്ത്രീ കൃത്യമായിട്ട് 2 വസ്ത്രം മാത്രമേ ധരിച്ചിട്ടുള്ളൂ. അവര് തന്നെ സെൽഫി എടുത്ത് പുറത്തുവിടുന്നുണ്ട്. എന്തേ അതിനെ എതിർത്തുകൊണ്ട് ആരും തയ്യാറായി മുന്നോട്ട് വരാത്തത്? എന്നിട്ട് ആ ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുവാണ്. കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നതും ഇങ്ങനെ തന്നെ. അവര് ക്ഷേത്രത്തെ പ്രദക്ഷിണം ചെയ്യുന്നു, ഇവര് കഅബയെ പ്രദക്ഷിണം ചെയ്യുന്നു. മക്കയിലും മദീനയിലുമായിട്ട് വിഗ്രഹങ്ങളില്ലേ? ഉണ്ട്. ഇബ്രാഹിമിന്റെ മക്കാം എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബിയുടെ കാൽപാദങ്ങളുടെ പ്രതിമ ആണതില്. ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിന്റെ പ്രതിമയുണ്ട് കഅബയിൽ. കഅബയുടെ ഒരു മൂലയിൽ സ്ഥാപിച്ച ഹജറുൽ അസ്വദ് എന്താണ്? കൃഷ്ണശില. നമ്മളെ കൊണ്ട് അതൊക്കെ നിങ്ങൾ പറയിപ്പിക്കുവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമാണത്. ഹജറുൽ അസ്വദിനെ വണങ്ങുന്നു. കല്ലല്ലേ അത്? സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല്. അതിനെ ചുംബിക്കാൻ വേണ്ടിയിട്ട് എന്താ ഒരു തിരക്ക് ചുണ്ടുമായിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും. കോടാനുകോടി ഭക്തരുടെ ഏറുകൊള്ളുകയും വളരുകയും ചെയ്യുന്ന ജംറയിലെ ഇബ്ലീസിന്റെ വിഗ്രഹം. ഇതൊക്കെ വിഗ്രഹങ്ങളാണ്. ഗംഗാജലമോ മറ്റു പുണ്യ തീർത്ഥം പോലെയോ ഒക്കെയാണ് കടൽ വെള്ളം ശുദ്ധീകരിച്ച് പൈപ്പ് ലൈൻ വഴി എത്തിക്കുന്ന സംസം വെള്ളം. ഖുർആനിലുണ്ടോ സംസം എന്ന പദം? ഇല്ല. കേരളത്തിലെ കാവുകളിലൊക്കെ കോഴിയെ ബലി നൽകുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നേപ്പാളിലും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായിട്ട് മൃഗങ്ങളെ ബലി നൽകുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന നിങ്ങൾ ഹജ്ജിന് ലക്ഷക്കണക്കിന് മൃഗങ്ങളെ, ആടുകളെയും മാടുകളെയും കശാപ്പ് ചെയ്യുന്ന രീതികളെ എതിർക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അതുപോലെ തീർത്ഥാടകർ തലകൾ മുണ്ടനം ചെയ്യുന്നു. തിരുപ്പതിയിലും മറ്റുമൊക്കെ പോയി
ഹജ്ജിലും അതുപോലെ തന്നെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് മറ്റുള്ള മതസ്ഥരെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ മറ്റുള്ളവരെക്കാൾ മെച്ചപ്പെടുത്തിയ രൂപത്തിലുള്ള എന്തെങ്കിലും? ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് അവരെയൊക്കെ പറയാൻ ഇത്രയും റൈറ്റ്സ് ഉള്ളത്? പക്ഷേ തലക്കകത്ത് താമസമുള്ള മുസ്ലിം പുരോഹിതന്മാരുണ്ട് കേട്ടോ. അവരൊക്കെ കൃത്യമായി ഈ നിയമങ്ങളെയൊക്കെ തൂത്തെറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കേരളത്തിനുള്ള ഒരു ബലി പെരുന്നാൾ, കഴിഞ്ഞ വർഷം അല്ല കേട്ടോ, മറ്റേ ഈ കൊറോണയൊക്കെ വന്ന ഒരു സമയം ഉണ്ടല്ലോ, 2019-20 ഒക്കെ സമയത്ത്, ആ സമയത്ത് ബലി പെരുന്നാളിന് പോകുമ്പോൾ ഒരാള് 10 രൂപ വീതം കരുതണമെന്നും അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ നമുക്ക് സമാഹരിക്കാമെന്നും മുസ്ലിം ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയയിൽ ഒരു ക്യാമ്പയിനുമായി വന്നു. ബലിയേക്കാൾ ഇപ്പോൾ ഏറ്റവും പുണ്യകരമായിട്ടുള്ള പ്രവൃത്തി ദരിദ്രരെ സഹായിക്കലാണ്. അതുകൊണ്ട് അത് പറഞ്ഞു തരുന്ന ഹുസൈൻ മടവൂര അത്യാവശ്യം ചില സമയത്തെങ്കിലും മതതീവ്രവാദമൊക്കെ മാറ്റിവെച്ചിട്ട് അദ്ദേഹം കുറച്ച് നല്ല ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. കൊറോണ സമയത്ത് ജുമുഅ നമസ്കരിക്കണം, ഞങ്ങൾക്ക് പള്ളി തുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോഴേക്ക് ഹുസൈൻ മടവൂര് പറഞ്ഞത്, കൊറോണ വരും, ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആരാധനാലയങ്ങൾ അടയ്ക്കണം എന്ന് പറഞ്ഞാൽ അടയ്ക്കണം, സംശയമൊന്നുമില്ല. അത്ര നിർബന്ധമുള്ള ആളുകൾ വീട്ടിൽ ജുമുഅ നമസ്കരിച്ചോ, ചെല്ല്, പള്ളികൾ തുറക്കണ്ട. സർക്കാരിന്റെ നിയമമല്ലേ, നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അംഗീകരിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഹുസൈൻ മടവൂരാണത് പറഞ്ഞത്. എല്ലാവരും 10 രൂപ വീതം കരുതിയാൽ കോടിക്കണക്കിന് രൂപ നമുക്ക് സമാഹരിക്കാൻ പറ്റും. 10 ആയിട്ട് എന്താണെങ്കിലും ആരും ഇടത്തില്ല. ആഘോഷങ്ങൾ ദുരിതാശ്വാസത്തിനു വഴിമാറണം എന്ന് അന്ന് സമസ്തയും ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. കാന്തപുരം AP-യും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള സംഘടനകളും പള്ളികളിൽ നിന്ന് പിരിവെടുത്തു. വിശ്വാസി സമൂഹം അന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി. ഒറ്റക്കെട്ടായിട്ട്. അതായത് എന്തുകൊണ്ടാണെന്നറിയാമോ ഈ പണം ചെല്ലുന്നത് എവിടേക്കാ? നമുക്ക് കൊറോണ കാലമാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട്. ഇത് ഹമാസ് പോലെ ഗാസക്കാർക്കൊക്കെ ഈ ഇതൊക്കെ അങ്ങോട്ട് എത്തട്ടെ, നമ്മുടെ പണം എത്തട്ടെ, അത് ആയുധ രൂപത്തിലായി തിരിച്ച് നമ്മുടെ തന്നെ കഴുത്തിൽ കത്തിവെക്കാനുള്ള രൂപത്തിലേക്ക് ആയി കിട്ടുമല്ല. കണ്ടില്ലേ ഷാഹിദ് അഫ്രീദിയെ മലയാളി പ്രവാസി കൂട്ടായ്മ വിളിച്ചാദരിച്ചു. എന്താണ് അയാൾ ചെയ്ത മഹത്തായ പ്രവൃത്തി? ഇന്ത്യയെ എതിർത്തു, ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തു. അപ്പൊ ഇന്ത്യ വിരുദ്ധരായ ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി മെനക്കെട്ട് നടക്കുന്ന ഒരു വിഭാഗം മലയാളികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുമുണ്ട്. അവരാണ് ഇതൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തീവ്രവാദികളെ വളർത്താൻ അങ്ങനെയും നമ്മുടെ പണം ആർക്കെത്താം? ഹമാസ് പോലെ ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് നമ്മുടെ പണം എത്തുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണോ?